ഹായ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ ഷിഫ്റ്റിങ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. ഇതാണ് ഇപ്പോഴത്തെ റൂമിൻ്റെ അവസ്ഥ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളായിട്ട് ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്ന്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി രാവിലെ തന്നെ മസാല ദോശ കഴിച്ചു. ഷിഫ്റ്റിങ്ങൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയായപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പുറത്ത് പോയി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ റൂമിലേക്ക് പോയിട്ടോ. അപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. എല്ലാം ഒരുവിധം ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടാണ് ഞാൻ വന്നിട്ടാണ് ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം, എവിടെ ഇടണം, എവിടെ വെക്കണമെന്നൊക്കെ, ഫിറ്റ് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ഏകദേശം 3 ദിവസം എടുക്കും കേട്ടോ. ഏകദേശം ഞങ്ങൾക്ക് 3 ദിവസം എടുത്തു. ഇങ്ങനെ അറേഞ്ച്മെൻറ്റ്സും ക്ലീനിങ്ങും കാര്യങ്ങളും വയറിങ്, അങ്ങനെ കിച്ചൺ സെറ്റിങ്, അങ്ങനെ 3 ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ രാത്രിയായപ്പോൾ ഇത്രയും ഒതുക്കി വെച്ചിട്ടാ. രാത്രിയായപ്പോഴാണ് ഇത്രയും നമ്മൾ ഒതുക്കി വെച്ച് കിടക്കാൻ പാകത്തിനുള്ള അവസ്ഥയാക്കി എടുത്തു നമ്മൾ. ഇനി കുറച്ച് വയറിങ്ങും ചെയ്യാനുണ്ട്, കിച്ചൺ സെറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അങ്ങനെ കിടക്കാൻ പാകത്തിന് എല്ലാ അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഒതുക്കി വെച്ചപ്പോൾ തന്നെ കുറച്ച് സമാധാനം. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ്, അതാണ് മെയിൻ. എല്ലാം ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴാണ് ഫുഡാണ് മെയിനായിട്ട് വരുന്നത്. അങ്ങനെ 3 ദിവസം, ഏകദേശം 3 ദിവസം നമ്മുടെ ഫുഡ് പുറത്തുനിന്ന് തന്നെയാണ് കഴിച്ചത്. ബിരിയാണി, ഷവർമ, ബിരിയാണി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, മസാല ദോശ, ഇതൊക്കെ തന്നെയായിരുന്നു സ്ഥിരം ഫുഡ്. അങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ ഫുഡ് കഴിക്കണത് ഒരുമിച്ചാണ് കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കാല് ഭയങ്കര വേദന. അങ്ങനെ നമ്മൾ കാല് മസാജ് ചെയ്ത് അങ്ങനെ റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് വീഡിയോ ഇട്ടേക്കണത്. എല്ലാം ഒരു ദിവസം കഴിച്ചതല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.